ഒരു പടിയുമില്ലാതെ യൂട്യൂബ് നോക്കി വായി പോയിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു വീഡിയോ ശിക്ഷപ്പെട്ടത്. ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു പടം. അങ്ങനെ രണ്ട് കൽപ്പിച്ച് ഞാൻ ആ പടം കാണാൻ തീരുമാനിച്ചു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഞാനല്ലാതെ ഈ പടം വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവര് പടം തുടങ്ങുമ്പോൾ തന്നെ ഇരുട്ടത്തിന്ന് വെളിച്ചത്തിലേക്ക് ഒരു ബാബൻ വന്ന് ക്ലോണിങ്ങിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നു. ക്ലോണിങ്ങിന്റെ വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ മനുഷ്യൻ സ്വയം നശിക്കാനുള്ള വഴി തേടുകയാണ്. ഇയാൾ എന്തിനാണ് ഈ സയൻസ് ക്ലാസ് എടുക്കുന്നത് പറഞ്ഞാൽ ഈ സിനിമയുടെ കഥ ഇതാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ മാധവൻകുട്ടിയല്ല, സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ മരിക്കുന്നതിന് മുൻപ് ജർമ്മനിയിലെ കുറെ ഡോക്ടർമാർ ചേർന്ന് അഡോൾഫ് ഹിറ്റ്ലറിന്റെ ജീവകോശങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ജൈവ ശിശു ഹ്യൂമൻ ക്ലോൺ. അങ്ങനെ ഭാവിയിൽ ഒരു ലോക സാമ്രാജ്യം കെട്ടിപ്പിടിക്കുന്നതിനായി ഹിറ്റ്ലർ തന്റെ ഹ്യൂമൻ ക്ലോണിനെ അവിടെ എവിടെയും കൊടുക്കാൻ ആളില്ലാതെ ഈ കൊച്ചു കേരളത്തിലെ നാനാജിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ആരാടി ഹിറ്റ്ലറുടെ ചങ്കായ ഇരുട്ടത്തൊളിച്ചിരിക്കുന്ന നാനാജി? ദേവജിയായിരുന്നു ആ നാനാജി. പുള്ളിയുടെ ഈഡ്രോ തന്നെ അതിഘോരമായിരുന്നു. കമ്പ്യൂട്ടർ നോക്കുന്ന ഒരു കോട്ടിട്ട ബാബനും സുരാജേട്ടന്റെ ക്ലോണും നമ്മുടെ നാനാജിയെ കൂടെ ഈ കടന്ന് ചക്കലിക്കിട്ട പയ്യന്റെ രക്തം തുരതുരായത് എടുത്തുകൊണ്ടിരിക്കുന്നു. മഹാഭാവി, നിന്റെ ശരീരത്തിൽ കയറ്റേണ്ടത് പാവപ്പെട്ടവരുടെ രക്തമല്ല, മഹാരോഗങ്ങളുടെ മൂത്രമാണ്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഇത് കേട്ടതും കലിപ്പനായ നാനാജി ആ കൊച്ചു പയ്യന്റെ തല പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കുന്നു. ഭയങ്കരമായ ആള്. ഈ സീരി കെട്ട നമ്മുടെ മനസ്സൊത്ത് പിടയുമ്പോൾ അപ്പോൾ തന്നെ അടുത്തവനെ കൊണ്ടുവരും. നാനാജി, ഇതാ കേശവൻ. ഈ ശിവനെ നാനാജി സെക്കൻഡുകൾക്കുള്ളിൽ പൊട്ടിച്ചു കളയുന്നു. ചേട്ടൻ സൂപ്പറാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ വെറൈറ്റി ആയ ഒരു കിടക്കച്ചി പടലുടെ നായകയുടെയും നായകന്റെയും ഇൻട്രോ. നമ്മുടെ നായകനും നായികയും ഒരു ട്രൂപ്പിലെ അംഗങ്ങളായതുകൊണ്ട് 5 മിനിറ്റ് പാട്ടിൽ 500 അലക്കുലക്ക് സ്റ്റെപ്പ് വെച്ച് തുള്ളിക്കളിക്കുന്ന നായികയുടെ പിന്നിൽ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ നമ്മുടെ വാസുടന് പോലെ ടഫ് കൊടുക്കുന്ന രീതിയിൽ നീ കൊള്ളാമല്ലോടി പെണ്ണേ. ആ നോട്ടവുമായി നായികയെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ നായകൻ. അപ്പോഴാണ് കഥയിലെ ട്വിസ്റ്റ്. നാനാജി നേരത്തെ പൊടിച്ചു വിട്ട ശിവചണ്ടൻ നമ്മുടെ നായകന്റെ അച്ഛനായിരുന്നു. സംഭവിച്ചത് ജീപ്പ് മറിഞ്ഞതാ കൊക്കയിലേക്ക്. എന്തൊരു ദുർവിധി. പെട്ടെന്ന് എക്സ്ട്രീ ക്ലോസപ്പിൽ 2 സെറ്റ് കണ്ണുകൾ കാണിക്കുന്നു. ഒന്ന് നമ്മുടെ നാനാജിയുടെ ബാട്ടക്കണ്ണ്, 2 മയ്യെഴുതിയ ആ പൂച്ചക്കണ്ണ്. നിങ്ങൾ ശ്രദ്ധിച്ചു? ഏതായി കുട്ടി? അതാണ് നമ്മുടെ അശ്വതി അച്ചു. പ്രൊഫഷണൽ കില്ലർ. നാനാജി പുള്ളി അച്ചുബിയും അവരുടെ തല പൊട്ടിക്കുന്നു. ഈ കഥ എങ്ങോട്ടാണ് പൂത്തിയെന്ന് അറിയാതെ പകച്ച് പണ്ടാരപ്പെട്ടേക്ക് നിൽക്കുമ്പോഴാണ് ദ റിയൽ മെയിൻ ക്യാരക്ടർ സാക്ഷാൽ ഗണപതിയാണ് ഞാൻ, വിഘ്നേശ്വരൻ. സ്വാമി മേനയ്ക്ക് ചെയ്ത 2 പരിപാടികൾ. ഒന്ന്, ഈ പട കഴിയുന്നതിനിടയിൽ ഒരു 123 തവണ മുറുക്കി 222 തവണ തുപ്പിക്കൊണ്ടിരിക്കും. 2, കമ്പ്യൂട്ടർ കൊണ്ട് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. നാനാജിയുടെ സ്വന്തം കമ്പനിയായ സ്വസ്തിക്കിന്റെ ഫൗണ്ടേഷൻ ഡേയിൽ അങ്ങനെ ഒറിജിനൽ സ്വാമിയും പിന്നെ ഈ ആസാമികളെ ചേർന്ന് ഒരു മീറ്റിംഗ് കൊടുത്തു. വേൾഡിലെ നമ്പർ 1 കമ്പനി ആയിട്ട് പോലും UP സ്കൂളിൽ PTA മീറ്റിംഗ് കൂടുന്ന പോലെയാണ് അവർ മീറ്റിംഗ് നടത്തുന്നത്. ഈ മീറ്റിംഗിന് ശേഷം നമ്മുടെ നായകയുടെ ട്രൂപ്പിന്റെ വക ഒരു പൊളിമൂട് ഡാൻസ്. ഈ ജിൽ ജിൽ ജിക്ക മൂട് തീരെ മുമ്പേ മോസ്കോയിൽ നിന്ന് ഹിറ്റ്ലറിന്റെ തലയോടെ അടിച്ചു പറ്റിക്കൊണ്ടുവന്ന ഈ സായിപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ? നാനാജിയുടെ മകനാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ നമ്മളെ പറ്റിച്ച് നടക്കുന്ന ഇവനാണ് ഹിറ്റ്ലറുടെ യഥാർത്ഥ ക്ലോൺ. അതിനുശേഷം ലോകപ്രശസ്തനായ നാനാജി ഇന്റർവ്യൂ ചെയ്യാനായി ഡൽഹിയിലെ റിപ്പോർട്ടറായ ബഡായി ബംഗ്ലാവിലെ അമ്മായി വരുന്നു. അമ്മായിയുടെ കൊടച്ച ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത നാനാജി ചറ പറയാതെ 4 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു. ഇത് കേട്ട് പേടിച്ച അമ്മായി കട്ട വഴി ഓടുന്നു. അങ്ങനെ സ്ക്രീനിൽ വീണ്ടും ആ 2 കണ്ണുകൾ പ്രത്യക്ഷപ്പെടുന്നു. അതെ, ഇനി അച്ചുവിന്റെ വരവാണ്. എന്താവുമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഒരിക്കലും മറക്കാൻ പാടില്ല ഒരു ജേർണലിസ്റ്റ്. ഈ ദത്പരത്തിന് മനസ്സിലാക്കിട്ട് പോയല്ലോ നമ്മൾ ഈശ്വര. ഇത് പറഞ്ഞത് ആ കുള്ളിലേക്ക് ഇടുമ്പോഴേക്കും അമ്മയുടെ കാര്യം തീരുമാനമായി. അങ്ങനെ അവിയൽ പരുവത്തിലിരിക്കുന്ന ഈ കഥാഗതിയിലേക്ക് പെട്ടെന്ന് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വരുന്നു. പോരാ, ഇനി സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആക്കണം. എന്തേ മൗനം?
എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നു. അപ്പോഴാണ് നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ കൊച്ചു കള്ളൻ അല്ല വലിയ കള്ളൻ സ്വാമിയുടെ ആ കണ്ടുപിടുത്തം വരുന്നത്. വാൾ സ്ട്രീറ്റ് മുതൽ നാസ വരെ അടിച്ചു തൂക്കുന്ന ഒരു കമ്പ്യൂട്ടർ വൈറസ്. ഈ വൈറസ് നാനാജിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നാനാജി പറയുന്നു, നീ ഇതിനൊരു ആന്റി വൈറസ് കണ്ടുപിടിക്കണം. നാനാജി അത് മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ സ്വാമി അത് കമ്പ്യൂട്ടറിൽ കാണും. അതും കണ്ടുപിടിച്ചല്ലോ. അങ്ങനെ ഈ വൈറസ് വിറ്റ് കോടികൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ദേ വരുന്നു വേറൊരു മാരണം. വൈറസ് പടർന്നു പിടിക്കുന്നു. അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിശ്ചലം. ഇടയിൽ അബ്ദുൽ ഖാദർ എന്നയാൾ ശക്തമായ ഒരു വൈറസ് ഗാർഡ് കണ്ടുപിടിച്ചതായി ഞങ്ങളുടെ കൊച്ചി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് കണ്ട് കിളി പോയ നാനാജി ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുന്നു. അശ്വതി, അബ്ദുൽ ഖാദർ. സ്ക്രീനിൽ വീണ്ടും ആ കരുതിയിലെ കണ്ണുകൾ വരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഖാദർ ഖാ നിങ്ങൾ തീർത്തത്. പക്ഷേ ഇതുവരെ വായ പോലെ തുറക്കാതെ എല്ലാവരുടെയും തല കണ്ട ഉടൻ പപ്പടം പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ച അച്ചു ചേച്ചി ഇന്ന് നമ്മുടെ ഖാദർക്കയുമായി ഒരു സദ്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. എനിക്ക് പുറത്തു പോകണം. നാശം. അതിന് മുറിക്കകത്ത് തന്നെ സൗകര്യമുണ്ടല്ലോ. ആ പോക്കല്ല. അങ്ങനെ അവർ രണ്ടുപേരും അന്താക്ഷരി കളിച്ച് ഇടപ്രാവുകളായി കഴിയുന്നു. ഇതിനിടയിൽ ഹിറ്റ്ലർ 144P അഗ്നിവേശിന് തൊലി ഉരിയുന്നൊരു രോഗം വരുന്നു. 5 രൂപയുടെ ഫെവിക്കോൾ പശ തേച്ച് അവൾ തൊലി തുരുതുര എന്ന് ഉരിയുന്നു. ഇത് കാണുന്ന നിങ്ങൾ ഒരു കോഴിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം പതിക്കും. ഏതായി കുട്ടി? ഇതാണ് നമ്മുടെ അഗ്നിവേശിന്റെ 4ാമത്തെ ഗേൾഫ്രണ്ട്. ഇത് കാണുന്ന നാനാജ് പറയുന്നു, മോനെ നിന്റെ ഈ കാണ്ടാമൃഗത്തിന്റെ തൊലി പോയി പുതിയ തൊലിന്റെ തൊലി വരുമ്പോൾ നിനക്ക് എന്നും നിത്യ യൗവനമായിരിക്കുമെന്ന്. അപ്പോൾ ഇതാ സുരാജേട്ടൻ വീണ്ടും എന്ന് പറയുന്നു, ഈ തൊലിന്റെ തൊലി പ്രശ്നത്തിലുള്ള മരുന്ന് ഞാൻ സെറ്റാക്കി തരാമെന്ന്. അങ്ങനെ തൊലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമ്പോൾ ഇത്രയും നേരം നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞ ആ നഗ്ന സത്യം രണ്ടാമതൊരാളായ സ്വാമിയെ നാനാജി അറിയിക്കുന്നു. ഇത് അഡോൾഫ് ഹിറ്റ്ലർ ജൂനിയർ. ഇതറിയത് സ്വാമി പെറ്റ തള്ള പോലും സഹിക്കാത്ത കുറെ എക്സ്പ്രഷൻ ഇട്ട് നമ്മളെ പോലെ ഒരേ സ്വരത്തിൽ പറയുന്നു. മിറാക്കിൾ, മഹാത്ഭുതം. ലോകം നടുക്കിയ അതേ മിടുക്കോടെ എന്റെ മുന്നിൽ. ഈ ഹിറ്റ്ലർ 144P ജൂനിയർ കലിപ്പനാണെങ്കിലും അവന്റെ ഉള്ളിൽ പല കഴിവുകളും ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചിത്രം വരയ്ക്കാൻ, മ്യൂസിക്കിൽ, എന്തിന് ലൗകിക ജീവിതത്തിൽ എല്ലാം അവൻ ഒരു കില്ലാടിയായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ നാനാജിയും ഈ ആസാമികളെ ചേർന്ന് ഇന്ത്യൻ പാർലമെന്റിലെ മന്ത്രിസഭ പോലും മറിച്ചിട്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കി അഗ്നിവേശിനെ അതിന്റെ നേതാവാക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ കൺട്രോൾ അവരുടെ കൈകളിൽ എത്തുമെന്ന് നാനാജി വിചാരിക്കുന്നു. ഭയങ്കരം തന്നെ. അപ്പോഴേക്കും സ്വാമി ഇതാ വീണ്ടും ഒരു കില്ലാടി കണ്ടുപിടുത്തവുമായി ഗോതയിലേക്ക് വരുന്നു. അതെ, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാവുന്ന ഒരു കമ്പ്യൂട്ടർ പരിപാടി. അഗ്നിവേഷ്, here is my head. എന്റെ തലച്ചോറ്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എല്ലാം നിങ്ങളുടെ ഫിംഗർ ടിപ്സിൽ. യുദ്ധമോ സമാധാനമോ സ്വർഗമോ നരകമോ എല്ലാം നിങ്ങളുടെ തീരുമാനം പോലെ. ഇതും വെച്ച് നമ്മുടെ അഗ്നിവേശ് അണ്ണൻ ഒരു കളി കളിക്കുന്നു. കമ്പ്യൂട്ടറിൽ ഒരു തട്ട്, ഒരു പുട്ട്. ദോട്ടെ ആകാശത്തിലൂടെ പോകുന്ന ഒരു വിമാനത്തിനെ മിസൈലിട്ട് പൊട്ടിക്കുന്നു. ഇത് കണ്ട നാനാജി കാണാതായ കോഴിക്കാലെ തിരിച്ചു കിട്ടിയ ഒരു പൂച്ചയെ പോലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. അപ്പോഴാണ് മുറിക്ക് തുപ്പുന്ന സ്വാമി താൻ ചെയ്തത് കാട്ടപരാധമാണെന്ന് മനസ്സിലാക്കുന്നത്. സ്വാമി ഡിപ്രഷനിലാവുന്നു. ആ ടൈമിലാണ് നമ്മുടെ കാതർക്ക അച്ഛനെ തെറ്റ് സ്വാമിയുടെ അടുത്തെത്തുന്നത്. അങ്ങനെ ആ 2 ബുദ്ധിരാക്ഷസന്മാരും ചേർന്ന് നാനാജിയെ തൂക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നു. മറുഭാഗത്ത് നാനാജി നമ്മുടെ അച്ഛനെ വെച്ച് സ്വാമിയെ അപ്പോൾ തന്നെ തൂക്കുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പക്ഷേ ഇവിടെ ഇത്രയും കഠോരമായ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ നായകനും നായികയും ചേർന്ന് ഡുവറ്റ് അടിച്ച് നടക്കുന്നു. ഡുവറ്റ് അടിച്ച് കായലുറന്ന് നിൽക്കുന്ന ഈ ഇടക്കുരുവികളുടെ അടുത്തേക്ക് നായികയെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് കൊണ്ട് അടുത്ത അവതാരം വന്നിരിക്കുന്നു. അതേതാടാ ആ അവതാരം? നേരത്തെ അച്ചു തട്ടിയ അപ്പായുടെ അകള പ്രതികാരം തീർക്കാനായി എത്തിയിരിക്കുന്നു. ഇങ്ങനെ അവർ 3 പേര് ചേർന്നൊരു ടീമായി അഗ്നിവേശ് ടീംസിനെ തകർക്കാനായി പോകുന്നു. ഈ കൊട്ടിക്കാറ്റിൽ ആന മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തും പാട്ടും പാടി ആർത്തുല്ലസിച്ച് പീകാലിലേക്ക് ടൂറ് പോകുന്ന പോലെയാണ് അവരുടെ പോക്ക്.
അപ്പോഴാണ് നമ്മുടെ അഗ്നിവേശൻ ഡാഡാജി കാട്ടിലിരുന്ന് കമ്പ്യൂട്ടറിലൂടെ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. അത് തടയാനെത്തിയ ഇവർ 3 പേരെയും നമ്മുടെ അച്ചു തടയുന്നു. പക്ഷേ നമ്മുടെ അച്ചുവിനെ കാട്ടുവെളിയിൽ അവർ കെട്ടിത്തൂക്കുന്നു. നമ്മുടെ അച്ചു പോയടാ മക്കളെ. അതിനുശേഷം അണ്ണൻ അഗ്നിവേശന്റെ മിഷൻ തകർക്കാനായി ബാഗിൽ നിന്നും +2 പരീക്ഷയ്ക്ക് മേടിച്ച സയന്റിഫിക് കാൽക്കുലേറ്റർ പോലത്തെ ഒരു സാമാനം എടുത്ത് 2 തട്ട് ഒരു മുട്ട്. അഗ്നിവേശന്റെ മിഷൻ ഗോയിന്ദാ ഗോയിന്ദാ. തങ്ങളുടെ പ്ലാൻ മുഴുവൻ 3G ആയി എന്ന് മനസ്സിലാക്കിയ ഡാഡാജിയും അഗ്നിവേശും പോലീസ് വന്നാൽ അവരുടെ ശിഷ്ടകാലം കഷ്ടകാലമാവുമെന്ന് തോന്നിയതുകൊണ്ട് ഹിറ്റ്ലറിനെ പോലെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. അതോടെ ആ കാലം തെറ്റിയിറക്കിയ കാലചക്രമെന്ന സിനിമ കഴിയുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ സിനിമയെക്കുറിച്ച് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാം. ഏകദേശം ഒരു 22-23 വർഷങ്ങൾക്ക് മുന്നേ കംപ്ലീറ്റ്ലി എക്സ്പീരിമെന്റലായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. ഈ പടത്തിൽ പറയുന്ന ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഈ ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തൊരു വാർ വരിക എന്നുള്ളത്. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു AI യുഗത്തിലാണ്. സോ 22 വർഷങ്ങൾക്ക് മുന്നേ അവരിങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ ഒരു ഐഡിയ വളരെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ എക്സിക്യൂഷനിലെ പോരായ്മകൾ കാരണം സീരിയസ് ആയി ചെയ്യേണ്ട ഒരു പടം വളരെ കോമഡി ആയിട്ട് മാറി. അതുകൊണ്ടാണ് ഈ സിനിമ ആരും അറിയാതെ പോയത്. അപ്പം ഇനി കൂടുതലൊന്നും പറഞ്ഞ് വരപ്പിക്കുന്നില്ല. ഓക്കെ, ബൈ.